ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷം അകത്ത് ചെന്നതിൻ്റെ തീവ്രതയിൽ തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തോമസ് സാറ് സംശയം പറഞ്ഞു എന്നുള്ള തൻ്റെ സങ്കടം കണ്ണൻ പറയുമ്പോൾ, എങ്കിൽ ആ പ്രതാപനെ അങ്ങ് കൊന്നുകളയായിരുന്നില്ലേ സാർ, അവനൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് മാർക്കോ പറയുമ്പോൾ, ഞാൻ അവൻ്റെ മർമ്മം നോക്കി കൊടുത്തിട്ടുണ്ട്. മേഘൻ്റെ കാര്യം അറിയാലോ. നടന്നു തുടങ്ങിയ കണ്ണൻ, മഹാലക്ഷ്മിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന കണ്ണൻ, അതിലുപരി അയാളുടെ കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്ന കണ്ണൻ ജീവിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യുന്നു പറയുമ്പോൾ, എൻ്റെ ശരീരമൊക്കെ സെറ്റായി സാറേ, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് CCTV ഫുട്ടേജിലൂടെ പ്രതാപൻ പറഞ്ഞു വിട്ട ഗുണ്ട മതിൽ ചാടി വന്ന് പുറകുവശത്തെ വാതിലൂടെ അകത്തേക്ക് കടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ണനും അനന്തവും കാണുന്നുണ്ട്. ശേഷം മഹിയുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അസുര ജന്മങ്ങൾ എന്ത് ചെയ്യാനും മടിക്കില്ല. അതുകൊണ്ട് മഹിയുടെ ഡെലിവറി വരെ കാര്യങ്ങൾ എങ്ങനെ പോട്ടെ എന്നും അതുവരെ മേഘൻ്റെ കയ്യോ കാലോ നാവോ ചലിക്കുന്നുണ്ടോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട്. പിന്നീട് ചികിത്സയ്ക്കായിട്ട് തോമസ് ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാമെന്ന് പ്രതാപൻ പറയുമ്പോൾ, അത് വേണോ അച്ഛ എന്ന് കരുണ ചോദിക്കുമ്പോൾ, വേണം മോളെ, എങ്കിലേ അവളുടെ കുഞ്ഞ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ കരുണയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞു പോയ സങ്കടത്തിൽ കരഞ്ഞു തളർന്നു നിൽക്കുന്ന ആ പിശാചിനെ എനിക്ക് ഒന്നും കാണണമെന്ന് പ്രതാപൻ പറയുമ്പോൾ, അത് ശരിയാ മോളെ ഇവൻ പറഞ്ഞത്. എന്നെയും ഇവനെയും ജയിലിൽ കയറ്റി പോലീസുകാർ തല്ലിയപ്പോൾ അത് കണ്ട് ആസ്വദിച്ചവളാണ് മോഹിനിയും അവളുടെ മോളും. അതുകൊണ്ട് കുഞ്ഞു പോയ സങ്കടത്തിൽ നിൽക്കുന്ന അവളെ എനിക്കും ഒന്ന് കാണണം. പിന്നെ പ്രതാപ, അവളുടെ മുന്നിൽ വെച്ച് നമ്മൾ സന്തോഷമൊന്നും അഭിനയിക്കരുത്, അതവർക്ക് സംശയം തോന്നാൻ അത് മതി എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അങ്ങനെ അവളുടെ കുഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം അച്ഛ എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും അഗസ്ത്യകൂടത്തിലെത്തുന്നു. ഇതേ സമയം തന്നെ മഹിയും കൊണ്ട് ലേഖ വരുന്നുണ്ട്. അപ്പോൾ പ്രതാപനെ കാണുമ്പോൾ തന്നെ കലി കയറുന്നുണ്ട് കേട്ടോ ലേഖയ്ക്ക്. തുടർന്ന് പ്രതാപനും മുത്തശ്ശിയും ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, നിന്റെ അമ്മ ഉണ്ടാക്കി തന്നു എന്ന് കരുതി നീ ആ പലഹാരമൊക്കെ ഇങ്ങനെ ആർത്തിയോടെ കഴിക്കരുതായിരുന്നു. ഇവിടെ എത്തിയത് കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ എന്ന് മനഃപൂർവ്വം കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെ പ്രതാപൻ ചോദിക്കുമ്പോൾ, പലഹാരത്തിൽ വിഷം ചേർത്തതിൻ്റെ ഉദ്ദേശം ഏതായാലും നടന്നു എന്ന് പറയുമ്പോൾ, നീ എന്താ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, മഹാലക്ഷ്മിയുടെ കുഞ്ഞെന്ന സ്വപ്നം പൊലിഞ്ഞു എന്ന് ലേഖ പറയുന്നത് കേട്ട് എന്തെന്നില്ലാതെ സന്തോഷമാവുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിക്കും. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ മഹിയുടെയും ലേഖയുടെയും മുന്നിൽ സങ്കടം അഭിനയിച്ച് തകർക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും പ്രതാപനും. തുടർന്ന് ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് പ്രതാപനും മുത്തശ്ശിയും ഓരോന്ന് പറയുന്നത്. ശേഷം എന്തിനാ ലേഖ എൻ്റെ കുഞ്ഞ് പോയി എന്ന് അവരോട് പറഞ്ഞതെന്ന് മഹി ചോദിക്കുമ്പോൾ, തൽക്കാലം മഹിയുടെ കുഞ്ഞ് പോയി എന്ന് കരുതി അവർ സന്തോഷിക്കട്ടെ, മഹിയുടെ സേഫ്റ്റിക്ക് അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ലേഖ. ശേഷം പ്രതാപനും മുത്തശ്ശിയും തോമസ് സാറിനെ കാണാനായിട്ട് എത്തുന്നു. അപ്പോൾ പ്രതാപനോടും മുത്തശ്ശിയോടും തീർത്താൽ തീരാത്ത ദേഷ്യം തോമസ് സാറിനുണ്ടെങ്കിലും തൻ്റെ മുന്നിൽ എത്തുന്നവർ രോഗികളാണ്. അപ്പോൾ അവരെ ഒരു തഴയുന്ന പ്രകൃതി അല്ല തോമസ് സാറിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതാപനെ ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്ന് തന്നെ തോമസ് സാറ് പറയുന്നുണ്ട്. അപ്പോൾ തോമസ് സാറും പറയുന്നുണ്ട്, മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി. അങ്ങനെ മഹാലക്ഷ്മിയോട് അങ്ങേയറ്റം ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ തോമസ് സാറും സംസാരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി എന്നുള്ള കാര്യം പ്രതാപനും മുത്തശ്ശിയും ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് മുറിയിലെത്തുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി, ഇത്തവണ അവരുടെ ആ ഒരു പദ്ധതി വിജയിച്ചു എന്നാലോചിച്ച് സന്തോഷം കൊണ്ട്, ആരും ഇല്ലാത്ത സമയമാണല്ലോ അതുകൊണ്ട് തന്നെ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട്. കുഞ്ഞു പോയ മഹാലക്ഷ്മി ഇനി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ, ഇനി അവളുടെ കണ്ണീര് കണ്ട് കണ്ണൻ അവളെ സ്വന്തം ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുമോ എന്നുള്ള ഒരു ഭയവും അവർക്ക് ഈ സമയം തന്നെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോമസ് സാറാണെങ്കിൽ തൻ്റെ മനസ്സിലെ ആ ഒരു ദേഷ്യം അമർഷമൊക്കെ പ്രതാപനോട് ചികിത്സയുടെ സമയത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ജയപാലൻ നന്നായിട്ട് ശരീരത്തിൽ നല്ല വേദന എടുക്കുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ അയാളെ ഒഴിച്ചിലൊക്കെ നടത്തുന്നത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ചികിത്സയുടെ സമയത്ത് അലറി വിളിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രതാപൻ തോമസ് സാറിൻ്റെ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. കൂടെ അയാളുടെ അമ്മയും ഉണ്ടെന്ന് കണ്ണൻ പറയുമ്പോൾ, അയാളേക്കാൾ സൂക്ഷിക്കേണ്ടത് ആ കിളവിയാണ്. അയാളെപ്പോലെ തന്നെ അവർക്കും എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കേണ്ടതാണ്. പിന്നെ അവരുടെ പ്രായത്തെ കരുതിയാണ് ഒന്നും ചെയ്യാതെ വിടുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ.
ഏതായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇനി അവരുടെ ഭാഗത്ത് നിന്ന് മഹാലക്ഷ്മിക്കോ കുഞ്ഞിനോ ഒരു ചതി ഉണ്ടാവില്ല എന്ന് മാർക്കോ പറയുമ്പോൾ അവിടെയാണ് മാർക്കോ നമ്മളിനി സൂക്ഷിക്കേണ്ടത്. ഇനി മഹി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മഹിയെ ഇല്ലാതാക്കാനായിട്ടായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം എന്ന് കണ്ണൻ പറയുമ്പോൾ ഏതായാലും ഈ നാടകം തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാം മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് കരുണ കമലേശ്വരത്ത് തിരികെ എത്തുന്നതാണ് കാണിക്കുന്നത്. ഏതായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി. ഇനി അടുത്തതായിട്ട് താൻ സ്വപ്നം കണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ ഇരിക്കുന്ന ആ ഒരു MD കസേരയാണ്. അതും ഇതുപോലെ തന്നെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ കമലേശ്വരത്ത് തിരികെ എത്തുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി എന്നുള്ള സന്തോഷ വാർത്ത കരുണ ദുർഗയെയും ഉണ്ണിയെയും സ്വാതിയെയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം മഹാലക്ഷ്മി അവളിരിക്കുന്ന ആ ഒരു MD കസേരയാണെന്ന് പറയുമ്പോൾ സ്വാതിയാണെങ്കിലും അതിൽ നോട്ടം ഇട്ടുകൊണ്ട് തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ കരുണയുടെ ഈ വാക്കുകൾ സ്വാതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു ഈർഷ്യയൊക്കെ അവിടെ ഉടലെടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് ചെല്ലുന്നു. തുടർന്ന് കണ്ണൻ സാറിന് സ്വന്തം കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു സംശയം, ഇനി വിഷം അകത്ത് ചെന്നതിൻ്റെ തീവ്രതയിൽ തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകുമോ എന്നുള്ള കണ്ണൻ സാറിൻ്റെ ആദിയെക്കുറിച്ചുള്ള മാർക്കോ അമ്മയെ അറിയിക്കുമ്പോൾ സിദ്ധയായിട്ടുള്ള അമ്മ പറയുന്നുണ്ട്, കണ്ണൻ മോൻ പേടിക്കുന്നത് പോലെ അവരുടെ കുഞ്ഞിന് ഒരു പോരായ്മയും ഉണ്ടാകില്ല എന്നും ആരോഗ്യമുള്ള മിടുക്കനായ ഒരു കുഞ്ഞിന് മഹാലക്ഷ്മി ജന്മം നൽകുമെന്നും അമ്മ പ്രവചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്